കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വളരെയധികം ഉറ്റുനോക്കിയ അമേരിക്കയുടെ ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിക്കേണ്ട, അമേരിക്കയിലെ ജ്ഞാനായ ചരിത്രത്തെ മാറ്റിമറിക്കപ്പെടേണ്ട നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ഒപ്പം തെരഞ്ഞെടുപ്പിന് ഇന്നലകളിൽ സാക്ഷ്യം വഹിച്ചു. ഈ വളരെ ക്രിയാത്മകവും അതിലേറെ സൗഹാർദ്ദപരവും എന്നാൽ എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെതായ ഒരു വീറും വാശിയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ 3 പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ KCCNA തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ അത്യുജ്വല വിജയം കാഴ്ചവെച്ചുകൊണ്ട് ന്യൂയോർക്കിൽ നിന്നുള്ള മുൻ KCCNA ജനറൽ സെക്രട്ടറിയും ജ്ഞാനായ സമുദായത്തിന് എപ്പോഴും സമുദായത്തിന്റെ പുരോഗമനങ്ങളെയും ക്രിയാത്മകമായ ചിന്താരീതികൾ കൊണ്ട് അന്വർത്ഥമാക്കാൻ കഴിവുള്ള പ്രിയപ്പെട്ട ഡോക്ടർ ഷീൻസ് ആകശാല ഇന്ന് നമ്മോടൊപ്പമുണ്ട്. വിജയശ്രീയിൽ ആളിതനായി നിൽക്കുന്ന സന്തോഷത്തിമിർപ്പിൽ ആറാടി നിൽക്കുന്ന ഷീൻസ് ആകശാലയുടെ വരുന്ന 2 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഏതാനും ചില കാഴ്ചപ്പാടുകൾ നമുക്ക് ചോദിച്ചറിയാം. ഷീൻസ് ആകശാല, താങ്കളെ ജ്ഞാനായ വോയിസ് അല്ലെങ്കിൽ ആഗോള ജ്ഞാനായ സമൂഹത്തിന് മുന്നിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷീൻസ്, താങ്കൾ വളരെ വലിയൊരു വിജയം അമേരിക്കയും അല്ലെങ്കിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ജ്ഞാനായ സമൂഹത്തിന് മുന്നിൽ വളരെ വലിയൊരു വിജയം നേടിയിരിക്കുകയാണ്. ഈ വിജയത്തെ താങ്കൾ എങ്ങനെ കാണും? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം എന്ന് പറയുന്നത് സാധാരണ ജ്ഞാനായക്കാരുടെ വിജയമാണ്. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് കൊടുത്ത പേര് തന്നെ പീപ്പിൾസ് ചോയ്സ് ഫോർ KCCNA എന്നാണ്. അതിൻ്റെ കാരണം പലപ്പോഴും സാധാരണക്കാരുടെ ആവശ്യങ്ങളും സാധാരണക്കാരുടെ സ്വപ്നങ്ങളും പലപ്പോഴും നേതൃത്വങ്ങൾ മറക്കാറുണ്ട്. അതിന് കാരണം പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയുവാനുള്ള ഒരു 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 വ്യഗ്രത നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് KCCNA എന്ന് പറയുന്ന ഓർഗനൈസേഷനെയും ജ്ഞാനായ സമുദായത്തെയും ഒരുമിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നൊരു ദൗത്യം, എന്തൊരു സ്വപ്നവുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് വന്നത്. ആ സ്വപ്നത്തിന് ഇവിടെ നോർത്ത് അമേരിക്കയിലെ ജ്ഞാനായക്കാർ തന്ന അംഗീകാരത്തെ ഞങ്ങൾ വളരെ we are truly humbled actually by the support that we have received. വീണ്ടും നമുക്കറിയാം, വരുന്ന 2 വർഷം വളരെ ക്ലേശകരമായ ഒരു ജോലിയാണ് KCCNA നല്ല രീതിയിൽ ജ്ഞാനായ സമുദായത്തിനും സമൂഹത്തിനും സമുദായത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നത്. അപ്പോൾ വരുന്ന 2 വർഷ കാലഘട്ടം ഒരു മോട്ടോവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തലത്തിലേക്ക് ജ്ഞാനായ സമുദായത്തെ ഉയർത്തണം എന്നൊരു ചിന്താഗതി എപ്പോഴും ഒരു ഭരണസമിതിയുടെ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്ന ആളെന്ന നിലയിൽ കാണും. അപ്പോൾ ഒരു 2 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് സമുദായത്തിനുണ്ടായേക്കാവുന്ന ഒരു ചെറിയ ദീർഘവീക്ഷണം അല്ലെങ്കിൽ താങ്കളുടെ മനസ്സിലുള്ള ഒരു ദീർഘവീക്ഷണം ഏതെങ്കിലും തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തന ശൈലിയെ തിരിച്ചുവിടാൻ സാധിക്കുമോ എന്ന് പറയും? തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും. കാരണം പലപ്പോഴും നമ്മളുടെ പുരോഗതിയെ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ പുരോഗമനം സാധിക്കാൻ പറ്റാതെ വരുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ പൊളിറ്റിക്സുകളാണ്. ആ പൊളിറ്റിക്സുകൾ പലപ്പോഴും പ്രകടിപ്പിക്കാനുള്ള വേദികളായിട്ട് നമ്മൾ അസോസിയേഷനുകളെ മാറ്റാറുണ്ട്. എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ പലപ്പോഴും ആര് പറയുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ കൂടുതലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത് ഇൻ ദ പാസ്റ്റ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, എന്താണ് നമ്മൾക്ക് ആസ് എ കമ്മ്യൂണിറ്റി വി നീഡ് ടു അച്ചീവ് എന്നൊരു ഗോളിലേക്ക് കമ്മ്യൂണിറ്റിയെ നയിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കാരണം എപ്പോഴും 3-4 ആൾക്കാർ ഒന്നിച്ചു കൂടുമ്പോൾ തീർച്ചയായിട്ടും പൊളിറ്റിക്സ് ഉണ്ടാവും. അത് ഹ്യൂമൻ നേച്ചറാണ്. ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിനെ ഗുഡ് പൊളിറ്റിക്സ് ആക്കി മാറ്റി ആ നമ്മളുടെ സമുദായത്തെയും നമ്മളുടെ അസോസിയേഷനുകളെയും ആ ഗുഡ് പൊളിറ്റിക്സ് കൊണ്ട് നിറയ്ക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്രീംസ്. ആ ഡ്രീം കൈവരിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു നല്ല ലക്ഷ്യമുണ്ടായി ആ ലക്ഷ്യത്തിലേക്ക് നടന്ന് അടുക്കാനുള്ള ഒരു തുടക്കം കുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നാട്ടിൽ ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ട്, യൂറോപ്പിൽ UK-യിൽ ജ്ഞാനായ UKCCA ഉണ്ട്, KCCNA-യുടെ പങ്ക് ആഗോള ജ്ഞാനായ സമുദായത്തിൽ വലിയ പങ്കുണ്ട്. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് നാട്ടിലും പ്രവാസികൾക്കായി ഡയസ്പൊറ എന്ന ഒരു സംഘടനയും നമുക്കിപ്പോൾ രൂപീകൃതമായിട്ടുണ്ട്. ഇതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആഗോളതലത്തിൽ ഒരു കത്തോലിക്ക കോൺഗ്രസ് ആണോ അതോ പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും പ്രത്യേകമായി കത്തോലിക്ക കോൺഗ്രസുകളാണോ നമുക്കുണ്ടാകേണ്ടത്? താങ്കൾ എങ്ങനെ പ്രതികരിക്കും? ഇവിടെ ഒരു പല പേരുകളിലുള്ള അസോസിയേഷനേക്കാൾ ഏറ്റവും വലുതാണ്
ജ്ഞാനായ കമ്മ്യൂണിറ്റിയെ, ലോകമെമ്പാടുമുള്ള ജ്ഞാനായ സമൂഹത്തെ കോർത്തിണക്കുക എന്നുള്ളത്. ആ കോർത്തിണക്കുമ്പോൾ അതിനകത്ത് പലപ്പോഴും നമ്മൾ അസോസിയേഷനുകളുടെ പേരുകൾക്കാണ് പലപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കാറുള്ളത്. ആ പ്രാധാന്യം കൊടുക്കുന്നത് അസോസിയേഷനുകൾ ഉണ്ടാകുന്നതോടെ പലപ്പോഴും തീരാറുമുണ്ട്. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായി എങ്ങനെ ഈ സമൂഹത്തെ കോർത്തിണക്കാം, ആ കോർത്തിണക്കുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം സ്പെസിഫിക് ആയിട്ടാണ് അക്കംപ്ലിഷ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു 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 ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തെടുക്കുക. അതൊരു പക്ഷേ ഒരു കമ്മിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കാം. ഏത് ഇൻഫ്രാസ്ട്രക്ചറിലാണ് നമ്മൾക്ക് ഏത് കാര്യങ്ങൾക്കാണോ നമ്മൾ ഈ സമൂഹത്തെ കോർത്തിണക്കേണ്ടത് അതനുസരിച്ചുള്ള ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തെടുക്കുക എന്നതിനാണ് ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. 2002-2004 കാലഘട്ടത്തിലെ KCCNയുടെ ജനറൽ സെക്രട്ടറിയായി വളരെ പ്രശംസനീയമായ പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ് ഷീൻ സാഗശാല. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ അന്ന് കേരളത്തിലെ KCYL വളരെ ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്ന പത്രങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി. അന്നാണ് ചിക്കാഗോയിൽ സിറോ മലബാർ രൂപത ഉണ്ടാവുകയും ബഹുമാനപ്പെട്ട ജേക്കബ് പങ്ങാടിയത്ത് പിതാവ് കടന്നു വരികയും അപ്പോൾ ജ്ഞാനായ സമുദായത്തിന് വളരെ ക്ലേശകരമായ ഒരു ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന ഒരു കാലഘട്ടത്തിൽ ക്രിയാത്മകമായി ഒരു സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിൽ ശക്തമായി പ്രതികരിച്ച ആളാണ് താങ്കൾ. അതിന്റെ പേരിൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് സഭാ സംവിധാനത്തോട് അല്ലെങ്കിൽ സഭാ സമുദായ രംഗങ്ങളിൽ സഭാ സംവിധാനത്തോട് താങ്കൾക്ക് എതിർപ്പുകളുണ്ട്, അല്ലെങ്കിൽ താങ്കൾ ആ ഒരു തലത്തിൽ ചിന്തിക്കുന്നയാളാണ് എന്ന്. അത് അന്നത്തെ ആ പ്രതികരണത്തിൽ നിന്നുണ്ടായതെന്ന് ആണ്. കാരണം KCCN ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ, സമുദായ സംഘടന എന്ന നിലയിൽ താങ്കൾ അന്ന് പ്രതികരിച്ചേ പറ്റൂ. അപ്പോൾ താങ്കളുടെ ക്രിയാത്മകമായ ഒരു പ്രതികരണത്തിന്റെ പേരിൽ ഉണ്ടായ ചിലപ്പം ചില അഭ്യൂഹങ്ങളും അല്ലെങ്കിൽ ചില പ്രതികരണങ്ങളുമായിരിക്കാം അങ്ങനെ ഒരു തലത്തിലേക്ക് താങ്കളെ ചിലരെങ്കിലും ചിത്രീകരിച്ചത്. അതിനെ എങ്ങനെ കാണുന്നു? അത് യഥാർത്ഥത്തിൽ താങ്കളുടെ വ്യക്തി ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വഭാവം താങ്കളിൽ ഉണ്ടോ ഇല്ലയോ? വളരെയധികം ആളുകൾ ശ്രദ്ധയോടെ ചിലപ്പോൾ വീക്ഷിച്ചേക്കാവുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അതായത് നമുക്ക് ഗുഡ് പൊളിറ്റിക്സ് ഉണ്ടാവാം, ബാഡ് പൊളിറ്റിക്സ് ഉണ്ടാവാം. അതിലെ പൊളിറ്റിക്കലി നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല പേരും ഉണ്ടാവും, നമുക്ക് തീർച്ചയായിട്ടും എതിരാളികളും ഉണ്ടാവും. അപ്പൊ അതില് പലപ്പോഴും പല രീതിയിൽ ഒരാളെ ചിത്രീകരിച്ചെന്ന് വരാം. അപ്പൊ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള ചിത്രീകരണങ്ങളെ ഒരിക്കലും ഞാൻ പേഴ്സണലായിട്ട് എടുത്തിട്ടില്ല. കാരണം നമ്മളുടെ മനസ്സിൽ പലപ്പോഴും നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ സഭയായാലും സമുദായത്തെ ആയാലും എങ്ങനെയാണ് കാണേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആൾക്കാർ പറയുന്നതിൽ കേട്ട് അതിൽ ഒത്തിരി റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 2002-2004 കാലഘട്ടങ്ങൾ എന്ന് പറയുന്ന സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ശ്രദ്ധേയമായി ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സമയമായിരുന്നു. കാരണം ഷിക്കാഗോ സിറോ മലബാർ രൂപത 2001 നിലവിൽ വരുമ്പോൾ ചില വ്യക്തമായ ധാരണകൾ ജ്ഞാനായ സമുദായത്തിനുണ്ടായിരുന്നു. അതായത് ജ്ഞാനായക്കാർക്ക് സ്വന്തമായി പള്ളികളും ആ പള്ളികൾ കോട്ടയം രൂപതയിലെ പോലെയുള്ള തനിമ നിലനിർത്തുന്ന രീതിയിലുള്ളവയായിരിക്കണമെന്നുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അതിലെ ഒരു വ്യത്യാസം വരുമെന്ന് കണ്ടപ്പോൾ അന്നത്തെ 2002 ഞങ്ങളുടെ സമയത്തിന് മുമ്പുള്ള KCCN എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അന്നത്തെ വൈദികരും ഒരുമിച്ച് ബിഷപ്പ് അങ്ങാടിത്തതിനെ കാണുകയും അന്ന് അത് റോമിൽ നിന്നുള്ള ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് സാധിക്കുകയില്ല എന്ന് മനസ്സിലായതിന്റെ പേരിൽ അന്നാണ് ആദ്യമായിട്ട് സിറോ മലബാർ രൂപതയുമായി ഒരു നിസ്സഹകരണം അല്ലെങ്കിൽ നോൺ കോഓപ്പറേഷൻ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആദ്യമായി നോർത്ത് അമേരിക്കയിലെ ജ്ഞാനായ സമുദായം വരുന്നത്. എന്നാൽ അതിനുശേഷം 2003-2004 സമയങ്ങളിൽ ചില ധാരണകൾ നമ്മൾ ഉണ്ടാക്കുകയും ആ ധാരണകൾ അനുസരിച്ച് നമ്മളുടെ മിഷനുകൾ സിറോ മലബാർ രൂപതയുടെ കീഴിലുള്ള മിഷനുകളാക്കി മാറ്റുകയും ചെയ്തതിന് ശേഷം ആ ധാരണയിലുണ്ടായ ചില വ്യത്യാസങ്ങളാണ് വീണ്ടും KCCNയെ ഒരു നോൺ കോഓപ്പറേഷൻ സ്റ്റാൻഡിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പം അന്ന് എടുത്തിയ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഒരു അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു സമുദായത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമായിരുന്നു. അതായത് തനിമ നിലനിർത്താത്ത ജ്ഞാനായ മിഷനുകളെ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി വി ആക്ച്വലി പാസ്. കാരണം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് അത് നമ്മൾക്ക് തനിമ നിലനിർത്തുന്ന ഒരു മിഷനിലേക്ക് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ നമുക്ക് ശരിയാണ് റോമിന്റെ നിർദ്ദേശം അനുസരിച്ച് ജ്ഞാനായ തനിമ നിലനിർത്തുന്ന കോട്ടയം രൂപതയിലെ പോലുള്ള ഒരു പാരിഷോ ഒരു മിഷനോ യാഥാർത്ഥ്യമല്ലെങ്കിൽ കൂടി നമ്മൾ മിഷനുകളുമായിട്ട് മുമ്പോട്ട് പോകും
എന്ന് തന്നെയായിരുന്നു നമ്മളുടെ തീരുമാനം. എന്നാൽ ആ ഒരു തനിമ നിലനിർത്തുന്ന മിഷനുകൾ വരുന്നത് വരെ ഒരു ഒരു നോൺ കോർപ്പറേഷൻ എന്നുള്ള ഡിസിഷൻ അല്ലെങ്കിൽ ആ തീരുമാനങ്ങൾ അക്സെപ്റ്റബിൾ അല്ല എന്നുള്ള നിലയിലേക്കാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഒരു സഭയോടോ വൈദികരോടോ ഉള്ള വിരോധമല്ല നമ്മളവിടെ കാണിച്ചത്. അതിന് പകരം സമുദായത്തിന്റെ ആ തനിമ നിലനിർത്താനുള്ള ആഗ്രഹവും ആ തനിമ നിലനിർത്തുന്നത് സമുദായത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവുമായിരുന്നു. അപ്പം അതാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ മക്കളെ ചെറുപ്പം തൊട്ടേ കാത്തലിക് സ്കൂളിൽ വിട്ട് വളർത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സഭയോ അല്ലെങ്കിൽ ആ വിശ്വാസത്തെയോ ബഹുമാനിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാറില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളെ ഒരു സഭാവിശ്വാസത്തിൽ വളർത്താൻ ഏറ്റവും അത്യാവശ്യമായി നമുക്ക് സാധിക്കുമെങ്കിൽ കാത്തലിക് സ്കൂളുകൾ അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്തിരിക്കുന്നത്. അതുപോലെ ചെറുപ്പം തൊട്ടേ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ബഹുമാനിക്കാനാണ് നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ വൈഫിന്റെ ഫാമിലിയിലായാലും ഞങ്ങളുടെ ഫാമിലിയിലായാലും അച്ഛന്മാരും സിസ്റ്റേഴ്സും ധാരാളമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ പഠിച്ചത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു നമ്മളെ അങ്ങനെ ചിത്രീകരിക്കുന്നതെന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം അതൊരു ബ്രീഫ് പൊളിറ്റിക്കൽ ഗെയിമിന് വേണ്ടി ആൾക്കാർ പറയുന്നതായിട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരിക്കലും അതൊരു പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പം അത് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരും അതിനെ അംഗീകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ന്യൂയോർക്കിലാണെങ്കിലും ഇലക്ഷൻ നിന്നപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ KCNയിലും നമുക്ക് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ ക്നാനായ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ സഹായിക്കുന്നതിൻ്റെ കാരണം തന്നെ നമ്മളെ ക്രെഡിബിലിറ്റിയും നമ്മളുടെ ആ ഒരു കാഴ്ചപ്പാടിലുള്ള സുതാര്യതയുമാണെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. താങ്ക് യു. KCCNA വർഷങ്ങളായി അമേരിക്കയിൽ വളരെ വലിയ സംഭാവന ചെയ്തു. സംഘടന വളർന്നു. അമേരിക്കയിലുടനീളം ശാഖകളുണ്ടായി. അതിലൂടെ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. പിന്നീട് കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ ക്നാനായക്കാർക്ക് പല സ്ഥലങ്ങളിലായി പള്ളികളുണ്ടായി. അപ്പോൾ ഈ വരുന്ന 2 വർഷ കാലഘട്ടം പള്ളിയും സംഘടനയും അല്ലെങ്കിൽ പള്ളിയുടെ വരവും പള്ളിയോടുള്ള സഹകരണങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കാം ഒന്ന് വിശദീകരിക്കാം. അതായത് ഒരു സമയം വരെ നമ്മുടെ ക്നാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലും അതുപോലെ തന്നെ ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളിലും ആത്മീയമായ കാര്യങ്ങളിൽ നടത്തുന്നതിന് പലപ്പോഴും നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്നത് അസോസിയേഷനുകളായിരുന്നു ഒരു സമയത്ത്. പക്ഷേ ആ അസോസിയേഷനുകൾ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വന്നു. കാരണം ഇവിടെ പുതിയ മിഷനുകൾ ഉണ്ടായി. ആ മിഷനുകളുടെ കൂട്ടത്തിൽ വൈദികർ വന്നു. അപ്പോൾ അസോസിയേഷനുകൾ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും പള്ളികൾ ഏറ്റെടുത്ത് നടത്തുവാൻ തുടങ്ങി. അപ്പോൾ അതനുസരിച്ച് അസോസിയേഷനുകൾ വേറെ ചില മേഖലകളിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അസോസിയേഷന് മാത്രം ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഒരു അസോസിയേഷനും മിഷനുകളും തമ്മിലുള്ള വടംവലിക്ക് യാതൊരു പ്രസക്തിയുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അതിൻ്റെ കാരണം മിഷനുകൾക്ക് വ്യക്തമായ ഒരു 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 പ്രവർത്തന മേഖലയുണ്ട്. അതായത് വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളത്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മിഷനുകളും കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ സോഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ പ്രൊഫഷണൽ നീഡ്സ് മീറ്റ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റി ആയിട്ട് അസോസിയേഷനുകൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാതെ പരസ്പരം കോംപ്ലിമെന്ററി ആയിട്ടുള്ള 2 എൻറ്റിറ്റിയായി കമ്മ്യൂണിറ്റിയുടെ കോമൺ ഗുഡിന് വേണ്ടി പ്രവർത്തിക്കാൻ രണ്ടിനും സാധിക്കും. കാരണം ഇത് രണ്ടിലും ഇരിക്കുന്നത് ഒരാൾക്കാർ തന്നെയാണ്. ഇത് രണ്ടും ഒരു ജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മിഷൻ സപ്പോർട്ടേഴ്സ് നിന്നും അസോസിയേറ്റ് സപ്പോർട്ടേഴ്സ് നിന്നൊക്കെ മത്സരിക്കുമ്പോൾ രണ്ടും ദീർഘകാലത്തേക്ക് സർവൈവ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി നമ്മളുടെ കോമൺ ഗുഡ്, അതായത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഇന്നലെ എൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജോജി മണലയിൽ ഒരു സ്പീച്ചിൽ പറഞ്ഞു, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ സമുദായത്തിന് നല്ലതാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് നല്ലതാണ്. നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ആവിഷ്കരിച്ച് നല്ല ഒരു സമുദായമായി വളരുവാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെ വൈദികരും എല്ലാവരും സഹകരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇനി ഞാനടക്കമുള്ള അമേരിക്കയിലെ ക്നാനായ അല്ലെങ്കിൽ യുവത്വം കഴിഞ്ഞു നിൽക്കുന്ന ആളുകളിൽ ഒരു പരാതിയുണ്ട്. KCCNA എന്ന സംഘടന പലപ്പോഴും ഒരു കൺവെൻഷനിൽ ഒതുങ്ങുന്നു. കൺവെൻഷന് ശേഷം കുറെ ഇമെയിലുകളും നാഷണൽ കൗൺസിൽ മീറ്റിങ്ങുകളിലും മാത്രമായി തീരുന്ന ഒരവസ്ഥ അമേരിക്കയിലുണ്ട് എന്ന് പലപ്പോഴും പലരും ചില വിമർശനമായിട്ട് പറയാറുണ്ട്. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിടത്തോളം താങ്കൾക്ക് കൃത്യമായ ഒരു ദീർഘവീക്ഷണമുള്ള ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ താങ്കളുടെ ദീർഘവീക്ഷണത്തിൽ
KCCNA സംഘടനയെ, KCCNA എന്ന വലിയ മഹത്തായ ഈ സംഘടനയെ കൺവെൻഷൻ എന്ന ആ ഒരു പ്രോഗ്രാമിൽ ഒതുങ്ങാതെ മറ്റേതെല്ലാം മേഖലകളിലേക്ക് KCCNA എത്തിക്കാൻ സാധിക്കും? ഒരു പരിധി വരെ ഈ ഒരു വിമർശനം ശരിയാണ്. കാരണം പലപ്പോഴും ഈ KCCNA കൺവെൻഷൻ എന്ന് പറയുന്നത് ഓരോ കൊല്ലവും വളരെ വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണുന്നത്. കാരണം ഒരുപക്ഷെ ഒരു 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് 2000-3000 പേര് അറ്റൻഡ് ചെയ്ത കൺവെൻഷൻ ആണെങ്കിൽ ഇന്നത് 5,000-6,000 പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു കൺവെൻഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഓർഗനൈസ് ചെയ്യുവാൻ വേണ്ടി ധാരാളം കഷ്ടപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ തീർച്ചയായിട്ടും KCCNA കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ക്രിറ്റിസിസം ശരിയാണ്. ഒരു കൺവെൻഷൻ കമ്മിറ്റിയായി KCCNA മാറുന്ന ഒരു സ്ഥിതിവിശേഷം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും നല്ലതല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു KCCNA ഭരണ സംവിധാനം, ഒരു ലീഡർഷിപ്പ് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ അതിലേക്ക് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ ഇത് വളരെ ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ അധികം സമയം ചെലവഴിക്കാതെ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് സമുദായത്തിന് പ്രയോജനമുള്ളതാണെങ്കിൽ, വളരെ എക്സ്പെൻസീവായിട്ട് ഉള്ള കാര്യങ്ങളും അല്ലെങ്കിൽ സമുദായത്തിന് വഹിക്കാൻ പറ്റുന്നതുമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അത് ഒരു സമുദായത്തിന്റെയും സമുദായാംഗങ്ങളുടെയും വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ യൂത്തിനെ മുമ്പോട്ട് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്തേ പറ്റൂ. ഫോർ എക്സാമ്പിൾ, mentor programs for our high school kids, college application assistance programs, so that actually the pillare, when they grow up in high schools, they prepare to enter into a very good universities in the country. Try to create an environment where the community members are actually always focused on the high achievement of the community members. അപ്പം അങ്ങനെയുള്ള ചില വ്യത്യാസം. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ധാരാളം സാമൂഹികമായ പ്രശ്നങ്ങളുണ്ട്. അത് പലപ്പോഴും നമ്മൾ വീടുകളിനുള്ളിൽ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നവയാണ്. ആൽക്കഹോളിസം, അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ്, കുട്ടികളുടെ പ്രായപൂർത്തിയായ കുട്ടികളുള്ള മാതാപിതാക്കൾ അവരുടെ കല്യാണങ്ങൾ നടക്കുന്നത്, അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ, സാമൂഹികമായ പ്രശ്നങ്ങൾ ഈ കമ്മ്യൂണിറ്റിക്കുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കമ്മ്യൂണിറ്റിയെ സഹായിക്കുവാനും, അതായത് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാൻ പേരൻസിനെയും മാതാപിതാക്കളെയും അതുപോലെ കുട്ടികളെയും തയ്യാറാക്കുവാൻ സാധിക്കണം ഈ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസിന്. അങ്ങനെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു സമുദായം, ആ സമുദായത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ കണക്ട് ചെയ്യുവാൻ വേണ്ടി നല്ലൊരു IT ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണം. അപ്പം അതിലേക്കും കഴിവുകളുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ എക്സിക്യൂട്ടീവിൽ അണിനിരത്തിയിരിക്കുന്നത്. ഇതൊന്നും ധാരാളം പൈസ ചെലവുള്ള കാര്യങ്ങളല്ല, പക്ഷെ കുറച്ച് സമയം നമ്മുടെ ആൾക്കാരെ ഡൊണേറ്റ് ചെയ്താൽ മാത്രം മതി. അതുപോലെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളുടെ ധാരാളം കുട്ടികൾ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നവർ അമേരിക്കയിലായാലും അമേരിക്കയ്ക്ക് പുറത്തായാലും ഒരു ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പം അങ്ങനെയുള്ളതിലൊക്കെ ഒരു ആൾക്കാരെ, പ്രൊഫഷണൽസുകളെ തമ്മിൽ കണക്ട് ചെയ്യുവാനും അവർക്ക് കരിയറിലായാലും ഒരു ഗ്രാജുവേറ്റ് ചെയ്യുന്ന കുട്ടിക്ക് ജോലി കിട്ടാനായാലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സമുദായ സംഘടനകൾക്ക് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു പ്രവർത്തന ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ എതിർ സ്ഥാനാർത്ഥികൾ പലപ്പോഴും, എല്ലാവരും നല്ലവരാണ്, നമ്മൾ അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മാത്രമാണ് എല്ലാവരും കാണുന്നത് എങ്കിലും ഇനി താങ്കൾ പറയുകയുണ്ടായി പല ഇമെയിലുകളും ഒക്കെ മറ്റുള്ളവരുടെ ഭാഗത്തൊക്കെ ഉണ്ടായി. അപ്പം അവരുടെ ഒരു പ്രചരണ ആയുധം എന്ന് ഞാൻ വിശ്വസിച്ചത് പലപ്പോഴും അവർ പറയുന്നതായി ഞാൻ കേട്ടു, താങ്കൾ ഒരു പള്ളി വിരോധിയാണ്, അല്ലെങ്കിൽ പള്ളിയോട് എതിരുള്ളയാളാണ് എന്നൊക്കെ. അതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്യൂസേഷൻസും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവാം. അതെല്ലാം ഒരു ഇലക്ഷന്റെ ഭാഗമാണ്. പക്ഷെ എന്നാൽ പോലും കഴിഞ്ഞ ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി വെരി ഹോട്ട്ലി കണ്ടസ്റ്റഡ് ഇലക്ഷൻ. നമ്മളൊരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും ദീർഘമായ ഒരു സമയം ഒരു ഇലക്ഷൻ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ പോലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസമാണ് കിട്ടുന്നത്. ഇവിടെ 1 മാസം, 3 ആഴ്ച. ആ സ്ഥാനത്ത് ഇവിടെ 3-5 മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് ഒരു KCCNA പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നിൽക്കുന്നവർ നയിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉരസലുകൾ ഉണ്ടാവാം. പക്ഷേ അതെല്ലാം ആ ഒരു സ്പിരിറ്റിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയെ പറ്റി പേഴ്സണലി നമ്മൾ പരാമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഫാക്ച്വൽ ആണെങ്കിൽ വളരെ ഈസിയാണ്. പക്ഷെ അത് ഫാക്ച്വൽ അല്ലെങ്കിലുള്ള പ്രോബ്ലം
നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു ഡേർട്ടി പൊളിറ്റിക്സിലേക്കാണ്. ആ പൊളിറ്റിക്സ് വന്നാൽ ഒരിക്കലും അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോ ഭാവി തലമുറയോ ഒരിക്കലും വരാൻ ആഗ്രഹിക്കില്ല. അവരെ നമുക്ക് ഇതിൽ എൻകറേജ് ചെയ്യാനും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഉരസലുകൾ ഉണ്ടാവാം, നമുക്ക് അക്യൂസേഷൻസ് ഉണ്ടാവാം. കാരണം എല്ലാവരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും അവരുടേതായ വീക്ക്നെസ്സുകളുണ്ട്. അപ്പം ആ വീക്ക്നെസ് ചൂണ്ടിക്കാണിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അത് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഫാക്ട്സ്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെയല്ല, അത് ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് നമ്മളുടെ പേര് വെച്ച് അല്ലെങ്കിൽ ഇമെയിൽ അയക്കുകയാണെങ്കിൽ അനോണിമസ് ആയ ഇമെയിലുകൾ അയക്കാതെ നമ്മളുടെ പേര് വെച്ച് നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് നമ്മൾ ഫാക്ച്വലായിട്ട് പറയുന്നത് എന്ന് സമർത്ഥിക്കാനുള്ള തൻ്റെ ഇടം നമുക്ക് ഉണ്ടാകുകയും വേണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പേഴ്സണൽ അറ്റാക്കിനേക്കാൾ കൂടുതൽ ആ ആളുടെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമോ ആ ആളുടെ പാസ്റ്റ് പെർഫോമൻസിലുള്ള ഡിഫറൻസോ അല്ലെങ്കിൽ അതിലുള്ള ഷോർട്ട് കമ്മിങ്സോ ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് നോട്ട് എ പേഴ്സണൽ അറ്റാക്ക്. ഇന്നലെ നടന്ന ആ ഇലക്ഷനിൽ ഞങ്ങൾ ജ്ഞാനായ വോയിസ് തത്സമയം ഇലക്ഷന്റെ വിശേഷങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വീക്ഷിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും താങ്കൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അകത്തായിരുന്നു, സ്ഥാനാർത്ഥികൾ എല്ലാവരും. അപ്പോൾ താങ്കൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഫോണിലേക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് UKCCIയുടെ പ്രസിഡന്റ് ഐൻസ്റ്റീൻ വാലയിൽ, വൈസ് പ്രസിഡന്റ് ഷെല്ലി, ട്രഷറർ ഷാജി വരാക്കുടി, മുൻ പ്രസിഡന്റ് സിറിൽ കൈതവേലി, മുൻ സെക്രട്ടറി റെജി പാറക്കൻ, ഗൾഫിൽ നിന്നും ജോസ്മോൻ ഇഞ്ചനാട്ട്, നാട്ടിൽ നിന്നും ബാബു പൂഴിക്കുന്ന പ്രൊഫസർ ബാബു പൂഴിക്കുന്നേൽ, തോമസ് ചാഴികാടൻ MLA, സ്റ്റീഫൻ ജോർജ് XMLA, ജെയിംസ് തെക്കനാട്, സൈമൺ ആറുവറ കർണാടക കോൺഗ്രസിന്റെ പ്രതിനിധി, ഇങ്ങനെ തുടങ്ങി വിവിധ ആളുകൾ ഗൾഫിൽ നിന്നും വിളിച്ചു, അയർലൻഡിൽ നിന്നും വിളിച്ചു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിലെ ജ്ഞാനായ അസോസിയേഷൻ ഭാരവാഹികളും ഒക്കെ അവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ഉറ്റുനോക്കുന്നു. അവരൊക്കെ ഞങ്ങളെ ഫോണിലൂടെ വിളിച്ച് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അവരോടൊക്കെയായി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ അവസരം താങ്കൾക്ക് അവരോട് പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആക്ച്വലി ഐ ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു മിനിറ്റ് കൂടി. ഒപ്പം അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ, കാനഡയിൽ നിന്നും, കാനഡയുടെ പ്രസിഡന്റും ഒക്കെ വിളിച്ചു. കാരണം ഇവിടെ സന്നിഹിതരല്ലാത്ത പലരും ഇത് വാച്ച് ചെയ്തിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കണം, അത് ഞങ്ങൾ അതിലൂടെ തന്നെ സംപ്രേഷണം ചെയ്തു. അപ്പോൾ അവരോടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു വാക്ക് പറയാനുള്ള അവസരം. Yeah, first of all, I have to admit that I never realized that this election will generate so much interest across the globe among the Gnanaya community. And I also congratulate Gnanaya Voice actually for doing this job, because when I was in the election, my family, my wife and kids could watch it from their home. And it was truly amazing. And actually, as I mentioned briefly to you yesterday, I wanted to use this much more elaborately so that most of the things that we do as a community together, we can probably share with our fellow community members across the world. So one thing I wanted to tell to the people who are all around the world is that this community is unique, and we have to be extremely proud about the heritage that was passed on to us by our forefathers. There was a time when I thought, it doesn't make any sense to be being a Gnanaya, marrying within Gnanaya, but as I grew older, I truly realized that there is a value, there is a bond that brings us together. And we can, as I mentioned before, we can play all the politics that we want, but at the end of the day, we have to remember we are one as a community. So we need to keep our bond together, that togetherness with us. So if we remember that, we don't have to really fight for simple things. Oftentimes when we actually have issues in associations or in our personal relationships with people, it all probably starts with a very simple thing that we could talk over maybe for a dinner. But we are unwilling to compromise, unwilling to talk. Those are the issues that we actually deal with. Those are the issues often prevent us from progressing further in our effort to achieve many things as a community together. So one thing I want to tell my fellow Gnanayites outside the United States is that I am committed to bringing the community together. Let us work together and be proud about a community who actually help each other regardless of where we are, and also have a system by which we can connect our youngsters so that they have more choices in their life and they try to find a partner, and they have access to people when they try to look for a job. They have access to people who are in various professions who can guide them when they actually need to find out about what profession I should choose. And is there a way we can actually help the underprivileged kids in our community to achieve the goals that they have? So together we can achieve
a lot more things than individually what we can achieve, and I'm committed to that. And we are starting to build a system. We will build a system, and we will include each one of your input, and let us actually really celebrate the pride of being a Knanaya. ഞാനൊരു വക്കീലായിരുന്നു. വക്കീൽ ഭാഷയിൽ ഒരു ചോദ്യം കൂടി. താങ്കൾക്ക് വേണ്ടി നിശബ്ദരായി പലരും പ്രവർത്തിക്കുകയും താങ്കളുടെ വോട്ട് പെട്ടിയിൽ നിശബ്ദരായ പലരുടെയും വോട്ടുകൾ വീണുവെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് നിഷേധിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും സാധിക്കില്ല. കാരണം ഞങ്ങൾ ന്യൂയോർക്കിൽ ഒരു ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്തപ്പോഴാണെങ്കിലും ഇറ്റ് വാസ് എ വെരി വെരി ഹോട്ട്ലി കണ്ടസ്റ്റഡ് ഇലക്ഷൻ. അപ്പൊ അതിനകത്ത് we decided at the outset that we are not going to have a negative campaign. We are not going to attack anybody. We are trying to articulate certain goals and visions for the community, and we actually, a few people, represent certain ideals, and it is the ideals that people supported, and we merely represented those ideals. And even today, even yesterday at the national election, that's what I believe. People actually really liked the ideals, really supported the ideals, voted for me because we represented those. But we in a unique community like ours, there are always a lot of connections. There are always a lot of relationships that within families and friends. So it is tough for people to come open and say they support a certain candidate because it can create unnecessary issues. So even here, we actually decided to follow a path where a good campaign based on good ideas. And we honestly thought that if the community believes in us, community have trust in us, they'll support us. And I think that's what happened yesterday. And we are very happy. And the commitment that we need from our community members is we are committed. We want you to commit yourself as well, because one team, one Shians or one Joji or one Sibi cannot change Knanaya community. We as a community have to come together, and we will need your time. We will need your we want you to volunteer a few hours of your life, for the community once, in a week or a month. So that's what we will be asking you. Please help us. Let us at least work together and see what we can accomplish as a community and as an organization. ഇനിയൊരു താങ്കളുടെ സ്വകാര്യ ജീവിതത്തിലെ ഒരു ക്വസ്റ്റ്യനാണ്. താങ്കളുടെ കുടുംബ പശ്ചാത്തലം, താങ്കളുടെ ഭാര്യ, നമുക്കറിയാം ഇതുപോലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നതിന് കുടുംബത്തിൽ നിന്നും വളരെ നിസ്തുലമായ ഒരു സഹകരണം, ഭാര്യമാരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള രംഗങ്ങളിൽ കടന്നു വരാൻ സാധിക്കുള്ളൂ. അപ്പോൾ താങ്കളുടെ കുടുംബ പശ്ചാത്തലം, അതുപോലെ വിദ്യാഭ്യാസ പശ്ചാത്തലം, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, വ്യക്തി ജീവിതത്തിൽ താങ്കൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ബ്രീഫ് നമ്മുടെ പ്രേക്ഷകർക്ക്. സോ ഞാൻ എൻ്റെ വൈഫ് സിന്ധു പുലിക്കൂട്ടിൽ കുടുംബാംഗമാണ്. പുലിക്കൂട്ടിൽ ഒരുപക്ഷെ ഒരു വികാരി ജനറലായിരുന്ന മോൺസിഞ്ഞോർ മാത്യു പുലിക്കൂട്ടിനെ നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും. അത് വെളിയനാടാണ് സ്വദേശം. അച്ഛൻ്റെ ഇളയ സഹോദരൻ ഒരു ജേക്കബ് പുലിക്കൂട്ടിൽ ഒഴിവൂര് പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രൊഫസറാണ്. പുള്ളിയുടെ മോളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. 3 കുട്ടികൾ. 13 വയസ്സുള്ള ആൾട്ടൺ അല്ലെങ്കിൽ ഉണ്ണി ഞങ്ങൾ വിളിക്കും. രണ്ടാമത്തെ കുട്ടി 8 വയസ്സ്, അമ്മു അല്ലെങ്കിൽ മാരിയോൺ എന്ന് വിളിക്കും. മൂന്നാമത്തെ കുട്ടിക്ക് 6 വയസ്സ്, അപ്പു അല്ലെങ്കിൽ ഫിലിപ്പ് എന്നാണ്. ഞങ്ങൾ 3 കുട്ടികളുള്ള ഒരു പേരൻസ് ആണ് ഞങ്ങൾ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയിൽ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, yesterday I got an email from my son and he said I saw that email said that if daddy wins it's good for the community, if he loses it's good for the family. That's the way that we take it. പക്ഷെ at the end of the day എനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലി തീർച്ചയായിട്ടും they see that there is a way I can contribute. പക്ഷെ തീർച്ചയായിട്ടും അതിന് ഒത്തിരി സമയം കമ്മിറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. അവർക്കതിൽ മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ പിള്ളേർ മിസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ദാറ്റ്സ് ഓക്കെ. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർക്കും ഒരുപക്ഷെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ടാണ് ആ സമയം സ്പെൻഡ് ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. എൻ്റെ വിദ്യാഭ്യാസം ഞാൻ നാട്ടിൽ MT മർത്തോമ സെമിനാരി ഹൈസ്കൂൾ കോട്ടയത്ത് പഠിച്ചതാണ്. അത് കഴിഞ്ഞ് മാന്നാനത്ത് പ്രീഡിഗ്രി കഴിഞ്ഞ് വെറ്റിനറി മെഡിസിൻ മദ്രാസിൽ ഗ്രാജുവേറ്റ് ചെയ്ത് അമേരിക്കയിൽ നിന്നാണ് മാസ്റ്റേഴ്സും PhDയും എടുത്തത്. സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വന്നതാണ്. അതിനുശേഷം ഹാർവർഡ് മെഡിക്കൽ സ്കൂളിൽ റെസിഡൻസി ചെയ്തതിന് ശേഷമാണ് മെർക്ക് എന്ന് പറഞ്ഞ കമ്പനിയിൽ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്, അതിൽ ഫാർമക്കോളജിസ്റ്റായിട്ട് ജോലിക്ക് കയറി. 3 കൊല്ലത്തിന് ശേഷം മെർക്ക് തന്നെ ബിസിനസ് സ്കൂളിൽ വിട്ടു. ഒരു എക്സിക്യൂട്ടീവ് MBA കഴിഞ്ഞ് മെർക്കിൽ ഇപ്പം ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, ഔട്ട്സോഴ്സിങ് മാനേജ് ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടാണ് ജോലി ചെയ്യുന്നത്. സോ
personally, professionally, I was actually very fortunate in my life. കാരണം ഇവിടെ വന്ന് 10 കൊല്ലത്തിനകത്ത് ഒരു നല്ല രീതിയിൽ ഒരു കമ്പനിയിൽ പുരോഗമിക്കാൻ സാധിച്ചു. ആ എക്സ്പീരിയൻസ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആക്കുന്നത്. കാരണം ഒരുപക്ഷെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്താൻ സാധിക്കുമെന്ന്. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കും, ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു വലിയ മോൺസ്റ്ററിനെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അത്ര എളുപ്പമല്ല. അപ്പം ആ ഇപ്പോൾ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ ചേഞ്ച് ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് പുതിയ സിസ്റ്റംസ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത്. എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനേക്കാളും ബെറ്ററായ പുതിയ സിസ്റ്റംസ് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, പുതിയ അപ്രോച്ച് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ അതിലേക്ക് കുറച്ചുകൂടെ മൈഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പം ആ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഇത് വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു പുതിയ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറാൻ സാധിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് വേ ആക്ച്വലി വി അപ്രോച്ച്. അതുകൊണ്ടാണ് ഒരു ന്യൂ അപ്രോച്ച് ടു കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ്, എ ന്യൂ അപ്രോച്ച് ടു ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളിലേക്ക് ഞങ്ങൾ വരാനുള്ള കാരണം ഒരു റിന്യൂഡ് ഫോക്കസ് ഓൺ ഹൗ വി ആക്ച്വലി അക്കംപ്ലിഷ് ദിസ്. എൻ്റെ വൈഫ് അതുപോലെ നേഴ്സാണ്, VA ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. വി ലിവ് ഇൻ ന്യൂ ജേഴ്സി. ഞങ്ങളുടെ വി സ്റ്റാർട്ടഡ് ലിവിങ് ദെയർ ഫോർ ലാസ്റ്റ് 10 years. But as I said, we didn't start there. We started in Oklahoma, then we lived in Boston, and then we actually came to New Jersey. That's my brief family background. And as I said before, they will certainly miss me if I spend more time for the community. But I think, for me personally, I believe that at the end, if it's also going to be advantageous for my kids, I think it's a time well spent. ഞാൻ ഓർക്കുന്നു, ഞാൻ KCY കോട്ടയം രൂപതയുടെ 6 വർഷം, അതായത് 3 ടേമിലും വളരെ ഇതുപോലെ തന്നെയുള്ള നല്ല ശക്തമായ യുവജനങ്ങളുടെ ഇടയിലുള്ള ശക്തമായ മത്സരങ്ങൾ വിജയിച്ച ആളാണ്. 3 പ്രാവശ്യവും രൂപതാ തലത്തിൽ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷററൊക്കെ ആയിട്ട് മത്സരിച്ച് ഇതുപോലെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തി വിജയിച്ച ആളാണ്. അതുപോലെ തന്നെ അതിരപ്പുഴ പഞ്ചായത്തിൽ ഞാൻ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയി എൻ്റെ കേരളത്തിൽ എനിക്ക് വന്ന് 23-ാം വയസ്സിൽ ഞാൻ വലതു വർഷങ്ങളെ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് ജയിച്ച ഒരാളാണ്. അപ്പോൾ വളരെ എനിക്കറിയാം, ഇത് ഇലക്ഷൻ ക്യാമ്പയിനിങ് എന്ന് പറയുന്നത് വളരെ വലിയ ക്ലാസികരമായ ഒരു ദൗത്യമാണ്. അപ്പോൾ അന്നൊക്കെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അവിടെ നമുക്ക് സെൽഫോൺ ഉപയോഗിക്കാൻ പ്രയാസമാണ്. കാരണം ഭയങ്കര ചാർജസ് ആണ്, അതുപോലെ വാഹനങ്ങളുടെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ ബസ് കയറിയും ഒക്കെ അതുപോലെ വീട് കയറിയും ഒക്കെയാണ് നൽകുന്നത്. പക്ഷെ അമേരിക്കയിലെ ഇലക്ഷൻ ക്യാമ്പയിനുകളിൽ ടെക്നോളജി ഒരു വലിയ ഘടകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് നിങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചു, അല്ലെങ്കിൽ അത് ഈസിയാക്കാൻ എന്തുമാത്രം ടെക്നോളജി സാധിക്കും? ഇത് ഓരോ കൊല്ലം കഴിയുമ്പോഴും ടെക്നോളജിയുടെ യൂസ് തന്നെ മാറുകയാണ്. ആക്ച്വലി ഇപ്രാവശ്യം എനിക്ക് 3 കാൻഡിഡേറ്റ്സിന് വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഇന്നലെ ഞാൻ രാത്രി കയറി നോക്കുമ്പോൾ 2600 ഹിറ്റ് ഉണ്ടായിരുന്നു. സോ ആൾക്കാർ തീർച്ചയായിട്ടും ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഞങ്ങൾ ആക്ച്വലി ക്രിയേറ്റഡ് എ പേജ് ഇൻ ഫേസ്ബുക്ക്. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ ഒരുപക്ഷെ അധികം അഡൾട്ട്സ് ആയിട്ടുള്ള ആൾക്കാർ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി യുവജനങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ കൂടി മാത്രമേ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വി യൂസ്ഡ് ഫേസ്ബുക്ക്. അതുപോലെ സ്വാഭാവികമായിട്ടും സെൽഫോണുകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചു. എന്നാൽ അതിലൊക്കെ ഉപരിയായി തീർച്ചയായിട്ടും നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഞാനാണെങ്കിലും 17-20 അസോസിയേഷനുള്ളതിൽ 17 അസോസിയേഷനുകളിലും പേഴ്സണലി പോയി. കഴിഞ്ഞ 3 മാസം എനിക്ക് ഓൺലി 2 weekends I was at home. കാരണം എവറി വീക്കെൻഡ് ഐ വെന്റ് there. അതിന് കാരണം നാഷണൽ കൗൺസിൽ മെമ്പേഴ്സിനെ പേഴ്സണലി കാണുന്നതിലും ഞാൻ ഏറ്റവും അതിൽ എൻജോയ് ചെയ്തത് അവിടെ പല സ്ഥലങ്ങളിലും കമ്മ്യൂണിറ്റിനെ അഡ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. അപ്പൊ നമ്മളുടെ വിഷൻ ആ കമ്മ്യൂണിറ്റിയിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു ഒരു അക്കംപ്ലിഷ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിക്കാനും വേറൊരു രീതിയിൽ പ്രവർത്തിക്കാനും ഒരുപക്ഷെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അത് ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു വലിയ നേട്ടമാണെന്നുള്ള ഒരു കൺവിക്ഷൻ കൊണ്ടാണ് അത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്തത്. പക്ഷേ ഒരുപക്ഷെ ഇവിടെ അമേരിക്കയിൽ ജനിച്ചു വളരുന്ന ഒരു കുട്ടി നാളെ ഇലക്ഷൻ നിൽക്കുമ്പോൾ 17 അസോസിയേഷനിലും പോകുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും സാധിക്കില്ല. അപ്പം അത് ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. അപ്പൊ അവിടെയാണ് വേറെ ന്യൂ വേ ഓഫ് ക്യാമ്പയിനിങ് കംസ് ടു മൈൻഡ്. അപ്പം ഞാൻ ഇന്നലെ 2 പിള്ളേരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ റിട്ടയർ ചെയ്താലും ഞങ്ങൾക്ക് 17 അസോസിയേഷനിൽ 3 മാസം കൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നെക്സ്റ്റ് ടൈം വി കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബെക്സ് ഓർ സംതിങ്. കാരണം അങ്ങനെയുള്ള ടെക്നോളജീസ് ദാറ്റ് വി ഹാവ് ടു യൂട്ടിലൈസ്. കാരണം അത് നമുക്ക് അക്സെപ്റ്റബിളും ആണ് ആസ് നാഷണൽ കൗൺസിൽ മെമ്പേഴ്സ്. കാരണം എന്തെങ്കിലും ഉള്ളൂ നമുക്ക് കൂടുതൽ യുവജനങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. കാരണം അവരില്ലാതെ കമ്മ്യൂണിറ്റിക്ക് ഫ്യൂച്ചർ ഇല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും നാട്ടിൽ കാണുന്ന ഒരു രാഷ്ട്രീയ ശൈലി, ഒരു പ്രചാരണ ശൈലി ഒരു കാലത്തും നമുക്കിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആകത്തില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും the media is extremely important and the use of media is important, but I think use of that in the most appropriate way is the most important thing we have to remember. ഇവിടെ ഗ്രാനായ സമുദായത്തിന്, അമേരിക്കയിലെ മുഴുവൻ ഗ്രാനായ സമുദായത്തിനും കരിസ്മയുള്ള, ചുറുചുറുക്കുള്ള, ദീർഘവീക്ഷണമുള്ള
ഒരു ചെറുപ്പം നഷ്ടപ്പെടാത്ത ചെറുപ്പക്കാരനെയാണ് അമേരിക്കയിൽ KCCNAക്ക് പ്രസിഡന്റായി ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്റെ 2 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഹ്രസ്വമായ ഒരു രൂപരേഖയാണ് നമുക്ക് നൽകിയത്. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിക്കുകയും അദ്ദേഹത്തിന് തന്റെ പ്രവർത്തനങ്ങളിൽ വളരെ വലിയ വിജയങ്ങൾ, ക്നാനായ സമുദായം ഇന്ന് കണ്ടിട്ടില്ലാത്തത്ര വിജയങ്ങൾ നേടുവാനുള്ള പ്രചോദനം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. ഒപ്പം ഈ മധുരമായ വിജയം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും ജീവിതശൈലിയിൽ പോലും മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ക്നാനായ വോയിസിന് വേണ്ടി ഞാൻ ആശംസിക്കുന്നു. ക്നാനായ വോയിസിന് വേണ്ടി ഈ പ്രോഗ്രാം അഥവാ തെരഞ്ഞെടുപ്പ് തത്സമയം സംപ്രേഷണം ചെയ്യാൻ ക്നാനായ വോയിസിന് ലഭിച്ചത് ഒരു വലിയ അവസരമായി ഞങ്ങൾ കരുതുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും KCCNAയുടെ മുഴുവൻ എക്സിക്യൂട്ടീവ് ക്നാനായ വോയിസിനോട് എപ്പോഴും കാണിക്കുന്ന ആ ഒരു സ്നേഹവും വാത്സല്യവും വീണ്ടും തുടരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്നാനായ വോയിസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അനിൽ മറ്റത്തേക്ക് ഇതിന് മുൻകൈയെടുത്തു. ഒപ്പം വീഡിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് സജി പണയപ്പറമ്പിൽ ഉണ്ടായിരുന്നു. അറ്റ്ലാന്റയുടെ പ്രതിനിധി സാജു വട്ടക്കുന്നേലുണ്ടായിരുന്നു. ഡാളസിൽ നിന്നും ബാബു പടവത്തിലുണ്ടായിരുന്നു. ഒപ്പം യൂറോപ്പിലെ ക്നാനായ വോയിസിന്റെ ഒരു ടീം, സക്കറിയ പുത്തൻകുളത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം പ്രവർത്തിക്കുന്നു. നാട്ടില് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ടീമിന്റെയും ഗൾഫ് മിഡിൽ ഈസ്റ്റിൽ ഒരു ഏതാനും അംഗങ്ങളുള്ള ക്നാനായ വോയിസിന്റെ ടീമിന്റെയും ഓഷ്യാന, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ന്യൂസിലൻഡിൽ പ്രവർത്തിക്കുന്ന ക്നാനായ വോയിസിന്റെ ടീമിന്റെ പേരിലും ഒക്കെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ ഷീൻ സാഗശാലയുടെ വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കുകയും ഒപ്പം അദ്ദേഹത്തിന് എല്ലാവിധ നന്മകൾ നേരുകയും വരുന്ന 2 വർഷം എല്ലാ തരത്തിലും ക്നാനായ സമുദായം മറ്റൊന്നിനേക്കാൾ വേറിട്ട് നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയും എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു ഫോർ ദ എഫേർട്ട്.